കേരളത്തിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം നടന്നുവരികയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ഒരുക്കങ്ങൾക്കിടയിൽ വോട്ടർ പട്ടികയുടെ പരിഷ്കരണം വന്നത് ഉദ്യോഗസ്ഥരെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ നേരിടുന്ന ജോലിഭാരവും മാനസിക സമ്മർദ്ദവും എത്ര വലുതാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് പയ്യന്നൂർ ഏറ്റുകുടുക്കയിലെ അനീഷ് ജോർജിന്റെ മരണം. ഇത് ഒറ്റപ്പെട്ടതോ ഒരു വ്യക്തിയുടെ മാത്രമോ കാര്യമായി കാണേണ്ടതില്ല. ഇന്നത്തെ പ്രൈം സ്റ്റോറി ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും സമ്മർദ്ദത്തിലാക്കിയിട്ട് എന്ത് കാര്യം? പട്ടിക പരിഷ്കരണം ഇങ്ങനെയാണെങ്കിൽ ഒരു കാട്ടിക്കൂട്ടലായി മാറുമോ? എന്തിന്റെ പേരിലാണെങ്കിലും ആത്മഹത്യ തെറ്റാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരവുമല്ല. പക്ഷേ അനീഷ് ജോർജിന്റെ മരണം, വോട്ടർ പട്ടിക പരിഷ്കരണം, BLOമാരിൽ ഉണ്ടാക്കുന്ന ജോലി സമ്മർദ്ദം നമ്മളോട് വിളിച്ചു പറയുന്നു. കേരളത്തിലെ മുഴുവൻ BLOമാരും ഏറിയും കുറഞ്ഞും നേരിടുന്ന പ്രശ്നത്തിന്റെ നേർചിത്രമാണിത്. ഭക്ഷണം കഴിയില്ല, പിന്നെ ഒരു അങ്ങനത്തെ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ആലോചനയില്ല. ഇതെങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ അനീഷിനെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ജോലി സമ്മർദ്ദമില്ലെന്ന് കണ്ണൂർ കളക്ടർ പറയും പോലെ അല്ല കാര്യങ്ങൾ. എന്യൂമറേഷൻ ഫോമിന്റെ വിതരണം ഇക്കഴിഞ്ഞ 15-നുള്ളിൽ 100% പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ച ഇലക്ഷൻ കമ്മീഷൻ ഫോം എപ്പോഴാണ് BLOമാർക്ക് നൽകിയതെന്നും ആലോചിക്കണം. ആദ്യഘട്ടമായി നവംബർ 4-ന് കിട്ടിയത് 300 ഫോം. വീണ്ടും 7-ാം തീയതി ഒരു 300 ഫോം കൂടി. ബാക്കിയുള്ള ഫോം കിട്ടിയത് 8-ാം തീയതി. ഡിസംബർ 4 വരെ സമയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച BLOമാർക്ക് മുന്നിലേക്ക് നവംബർ 15-നുള്ളിൽ 100% വിതരണം എന്ന ടാർഗറ്റ് വന്നതോടെ സമ്മർദ്ദം ശക്തമായി. ഇലക്ഷൻ കമ്മീഷൻ വീഴ്ച വന്നത് മറച്ചു വെച്ചുകൊണ്ട് BLOമാരെയും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന താഴെത്തൊട്ടുള്ള ജീവനക്കാരെയും ബലി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ SIR പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത്. ആത്മഹത്യക്ക് കാരണക്കാരായിട്ടുള്ള പ്രേരണാകുറ്റം ചുമത്തി ഇത്തരം ആളുകൾക്കെതിരായി നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കണ്ണൂർ ജില്ലാ കളക്ടർ ന്യായീകരണം നടത്തി കണ്ണൂരിൽ അനീഷ് ജോർജിൻ്റെ മരണത്തിന് ഒന്നാമത്തെ ഉത്തരവാദി ഞങ്ങൾ പറയുന്നു കണ്ണൂർ ജില്ലാ കളക്ടറാണ്. അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള കണ്ണൂരിലെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദം അക്കാര്യത്തിലുണ്ട്. ഒരു വീട്ടിലെ വോട്ടർമാരുടെ തന്നെ ഫോം 3 തവണയായി വന്നതും BLOമാരെ ബുദ്ധിമുട്ടിച്ചു. ഫോം പൂരിപ്പിക്കാനുള്ള പരിശീലനം BLOമാർക്ക് നൽകിയിട്ടില്ല. വീട്ടിൽ ആളില്ലാതിരിക്കുന്നതും വോട്ടർമാരുടെ സംശയങ്ങൾ ദൂരീകരിക്കലും സമയക്കണക്ക് തെറ്റിക്കും. അടിസ്ഥാനരഹിതമായ ഒരു റിപ്പോർട്ടാണത്. BLOമാരെ സംബന്ധിച്ച് കടുത്ത സമ്മർദ്ദം ആണ് അവർ അനുഭവിക്കുന്നത്. മനുഷ്യസാധ്യമല്ലാത്ത ജോലിയാണ് അവരെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ 4-നകം ഈ SIRന്റെ പ്രവർത്തനം പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞാൽ സാധിക്കുകയില്ല എന്നത് വ്യക്തമാണ്. ഇനിയിപ്പോൾ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് കിട്ടിയാലും പണി തീരില്ല. 1000-ലധികം വോട്ടർമാരുടെ വിവരങ്ങൾ BLOമാർ മൊബൈൽ ആപ്പിൽ അപ്ലോഡ് ചെയ്യണം. ജോലിഭാരം ഒട്ടും ചെറുതല്ല. ഒരു 10 to 5 ജോലി ചെയ്യാൻ ഞാൻ ഇട്ട മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന് 10 to 5 സമയം ക്രമീകരിച്ചാൽ അദ്ദേഹത്തിന്റെ വീട്ടിലെ പ്രോബ്ലംസ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് മെസ്സേജ് ഇട്ടത്. അല്ലാതെ ബാക്കി എല്ലാ BLOസും സമയം കുറച്ച് വർക്ക് ചെയ്താൽ മതി എന്ന് ഞാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. ഡോണ്ട് ബ്രീത്ത് ഇൻ ബിറ്റ്വീൻസ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി, എല്ലാവർക്കും മനുഷ്യാവകാശം എന്ന് പറയണതുണ്ട്. ഇത് ഹ്യൂമൻ റൈറ്റ്സിന്റെ വയലേഷനാണ്. കാസർഗോഡ് ബളാലിൽ BLO കുഴഞ്ഞു വീണു. അത് ഇന്ന് സംഭവിച്ചതാണ്. മൈക്കയം സ്വദേശിനി ശ്രീജയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോഴിക്കോട് ഫോം വിതരണം 100% പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ BLO അസ്ലമിന് ജില്ലാ കളക്ടർ കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. എല്ലാവരും ദൈനംദിന ജോലിക്ക് പോകുന്നവരായതിനാൽ മുഴുവൻ വോട്ടർമാരെയും നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെന്ന് അസ്ലം നൽകിയ മറുപടി വിശദീകരിച്ചു. BLOമാർക്കൊപ്പം എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ ഉണ്ടാകണമെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു നിർദ്ദേശം. തദ്ദേശ തെരഞ്ഞെടുപ്പായതിനാൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ സഹായം BLOമാർക്ക് അങ്ങനെ കിട്ടുന്നില്ല. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആൾ മാത്രം കൂടെ വന്നാൽ മറ്റു പാർട്ടികൾ എതിരാകും. അങ്ങനെയുമുണ്ട് പ്രശ്നം.
ഈ SIRന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ BLO കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു CPM നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളെ. ഈ അസംബന്ധം പറയുന്നതിന് ഒരു അതിരില്ലല്ലോ, അതാണ് അതിനുള്ള മറുപടി. SIR അടിയന്തരമായി നിർത്തിവെക്കണമെന്ന ആവശ്യവും രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ തന്നെ സമീപിച്ചിരിക്കുകയാണ്. പല കാര്യങ്ങളിലും നമ്മൾ കണ്ടതാണല്ലോ, ഇപ്പോൾ പൗരത്വ പ്രശ്നത്തിലൊക്കെ കണ്ടതല്ലേ. നീതി കിട്ടുമെന്നാണ് ഞങ്ങളെ പ്രതീക്ഷ. പക്ഷെ അതുകൊണ്ട് ആരും അമാന്തം കാണിക്കരുത്. ഇവിടെ വോട്ടർമാരെ ചേർക്കുന്ന സമയം ഇവർ വിശ്വസിച്ചോളില്ല. അപ്പോൾ ബീഹാർ അതിന് ഉദാഹരണമാണ്. എല്ലാവരും വോട്ട് ചേർക്കാൻ തുനിഞ്ഞിറങ്ങണം. രണ്ട് നിലക്കും ഫൈറ്റ് ചെയ്യുക. ഒന്ന് നിയമവ്യവസ്ഥ അതിൻ്റെ വഴിക്ക് പോവുക. വോട്ടർമാരെ ചേർക്കണ എല്ലാവരും വളരെ ധൃതിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. അപ്രായോഗികമായ ലക്ഷ്യങ്ങളാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇതിനെ മാനുഷികമായി കൂടി ഈ പ്രശ്നത്തെ പരിഗണിക്കേണ്ടതുണ്ട്. ഈ പ്രശ്നത്തെ മാനുഷിക പ്രശ്നമായി കൂടി കാണണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും SIR നടത്താം, കാലാവധി നീട്ടിക്കൊടുക്കാം. ജോലിഭാരവും മാനസിക സമ്മർദ്ദവും എന്ന യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ച് ഇരുട്ടാക്കരുത്.